ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മിനി ഗപ്പി ടാങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്രയുള്ളൊരു ചെറിയ പ്ലാസ്റ്റിക് ട്രേയിനകത്ത് നമുക്ക് ഗപ്പി പോണ്ട് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഏരിയ ഉള്ളിടത്തും ഇതുപോലെ ഒരു ട്രേക്കകത്ത് ഗപ്പിനെ വളർത്താവുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ വെറുതെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇതിനകത്തൊരു ലൈവ്ലി എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് പായലെടുക്കുകയാണ്. പക്ഷെ നമ്മളിത് ഇതുപോലത്തെ സർഫസിൽ നിന്ന് എടുക്കുമ്പോൾ അത് വേറെ തിരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള സർഫസിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ കത്തി വെച്ച് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഓരോ നല്ല ഫൈൻ പീസസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ബേസായിട്ട് നിലം പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പായലെടുക്കുന്നത്. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു ഷീറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളിതേ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇത് കണ്ടോ, പൊങ്ങി കിടക്കണമുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ എയർ ബബിൾസ് അതിൽ നിന്ന് പൊങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ല താന്ന് തന്നെ കിടന്നോളും. ഇപ്പോൾ ഞാൻ വീട്ടിലും ഇറ്റലിയിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളാരം കല്ലുകളൊക്കെ പറക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടണ ചെറിയ ഭംഗിയുള്ള വേറെ കല്ലുകളായാലും മതി. പിന്നെ എനിക്കിതേ 2 കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇത് മണ്ണിൽ കിടന്നുകൊണ്ടൊന്ന് വെള്ളത്തിലിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ മിനി ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ട്രേക്കകത്തേക്ക് 2 വലിയ കല്ലുകൾ വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ നടുക്കായിട്ട്. എന്നിട്ട് ഇനി ഇതിനകത്തേട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇനി അതിനകത്തേട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചായിരുന്ന വെള്ളത്തിലിട്ട് വെച്ചായിരുന്ന ആ മോസ് ലെയറായിട്ട് വെക്കുക. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ തന്നെ ഞാൻ മോസ് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതിയോളം മോസ് വെച്ച് ഒരു ലെയർ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഹാഫിനകത്ത് ഞാൻ പെബിൾസ് വെച്ച് കൊടുക്കുകയാണ്. പെബിൾസും പിന്നെ അതുപോലെ മറ്റ് സാധാരണ കല്ലുകളൊക്കെ വെച്ച് കൊടുത്ത് ഭംഗിയാക്കി എടുക്കുകയാണ്. ഇനി ഇതിനകത്തേട്ട് ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രേയുടെ ആ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കല്ലുകൾ അടുക്കി വെച്ചേക്കണതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആയിട്ട് നമുക്ക് മണ്ണ് ഇങ്ങനെ തൂവി കൊടുക്കാം. കണ്ടോ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ട്രെയിനിൻ്റെ ആ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരും. ആ ഡിം കളറായിട്ട് വരും അതിനകത്ത്. ഇനി നമ്മൾ എടുത്ത് വെച്ചായിരുന്ന ആ 2 ഷെല്ലും നമുക്ക് 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബേസ്മെൻ്റ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ഫേൺ പറിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് നടുക്കായിട്ട് നട്ട് കൊടുക്കുകയാണ്. നട്ടല്ല, ആ കല്ലിൻ്റെ ഇടയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണത്. ഇനി ഇതിനകത്ത് ഞാനൊരു ഹാങ്ങിങ് പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ വേരാണ് ആ വെള്ളത്തിലേക്ക് വെക്കുന്നത്. ബാക്കിയെല്ലാം പുറത്തേക്ക് തുണി ഹാങ് ചെയ്ത് കിടക്കാൻ പാകത്തിന്. അപ്പോൾ നമ്മുടെ ടാങ്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കുറച്ച് കലങ്ങി കിടക്കുന്നുണ്ടാവും ആ മണ്ണിട്ടുകൊണ്ട്. അത് സാരില്ല കേട്ടോ, അത് 2 ദിവസം കഴിയുമ്പോഴേക്കും ആ മണ്ണൊക്കെ സെറ്റിലായി ക്ലീൻ വാട്ടർ ആയിക്കോളും.